ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് എങ്ങനെ A+ വാങ്ങാമെന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇത് കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഞാൻ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എക്സാമിന് പഠിക്കാനും എഴുതാനും വേണ്ടിയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A+ കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. അപ്പോൾ ഇതാ എക്സാം ഒക്കെ ആവാനായി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് ദിവസം. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഷോർട്ട് സമ്മറി ഉണ്ടാവും. ഓരോ യൂണിറ്റിന്റെയും ഓരോ സ്റ്റോറിന്റെയും ഷോർട്ട് സമ്മറി നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അപ്പൊ അതൊക്കെ കാണാം, കഥ നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചിരിക്കണം, ഫുൾ എന്തായാലും വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ നോക്കണം. ലെറ്റർ, ഡയറി, പ്രൊഫൈൽ ഇതിന്റെ ഒക്കെ ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. പിന്നെ ഗ്രാമേഴ്സ് പഠിക്കുക. എല്ലൊന്നും പഠിക്കാൻ ശ്രമിക്കണ്ട. ഫോക്കസ് ഓൺ ടെൻസസ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്. ഇതിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഗ്രാമർ പഠിച്ചു പോകണം. സ്റ്റോറി പഠിക്കുമ്പോൾ അതിലത്തെ തീം, പ്രധാന കഥാപാത്രങ്ങൾ ഇതൊക്കെ സെറ്റാക്കി പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സെറ്റാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുമ്പോൾ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പാരഗ്രാഫ്സ് ഒക്കെ എഴുതുമ്പോൾ ക്ലിയർ ആയ വൃത്തിക്ക് വേർതിരിച്ചൊക്കെ എഴുതുക. ഹെഡിങ് എപ്പോഴും അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. നിങ്ങളെ പ്രസന്റേഷൻ നല്ലതാണെങ്കിൽ എക്സാമിനറിന് വായിക്കാൻ എളുപ്പമാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഇംപ്രഷൻ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. കറേ നിങ്ങളെ സിലബസ് ഒക്കെ മാറിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ HSCയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷൊക്കെ അതിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഒക്കെ ഒരു പ്രാവശ്യം ആ ക്വസ്റ്റ്യനിലൊക്കെ ഒന്ന് എക്സാം എഴുതി നോക്കുക. പിന്നെ ടൈം മാനേജ്മെന്റ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം തന്നെ എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് അതിലിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആ ടൈമിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ടൈം ഉണ്ടാവുമ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ എഴുതാം. പിന്നുള്ളതാണ് ഈ അപ്രിസിയേഷൻ എന്ന് പറയുന്ന സംഭവം. കുറെ ആൾക്കാർക്ക് ഉള്ള ടെൻഷനും അപ്രിസിയേഷനും ആലോചിച്ചിട്ടാണ്. ഗസ് എനിക്ക് പറയാനുള്ളത് എന്താ നിങ്ങളോട്, അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ കാണാതെ പഠിക്കാതിരിക്കുന്നതാവും കൂടുതൽ നല്ലത്. കാരണം കുറെ പോയംസും കാര്യങ്ങളൊക്കെ നമ്മളെ ബുക്കിലുണ്ടാവും. അതിന്റെ ഓരോ അപ്രിസിയേഷൻസ് പഠിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ചാനൽസ് ഒക്കെ പ്രഡിക്ഷൻ ആയിട്ട് കുറെ വീഡിയോ ഒക്കെ ചെയ്യും, അതന്നെ ചോദിക്കുള്ളൂ ഇതന്നെ ചോദിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചിലപ്പോൾ അതൊന്നും ചോദിച്ചില്ല എന്ന് വരും. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ SSLC എഴുതുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ചോദിക്കും എന്നുള്ളതാണ്. ചോദിച്ചത് വേറെ, ഇവരാരും പ്രഡിക്റ്റ് ചെയ്യാത്തൊരു പോയത്തിന്റെ അപ്രിസിയേഷൻ ആണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അപ്രിസിയേഷൻ കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം കുറെ പോയംസിന്റെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പോയിറ്റിക് ഡിവൈസസ് നോക്കുക, ആ പോയം എന്താന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അപ്രിസിയേഷൻ എഴുതാൻ നോക്കുക. ലാസ്റ്റ് കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ല സെറ്റാക്കി എഴുതാൻ നോക്കുക. മനസ്സിലാക്കിയിട്ട് നിങ്ങളായിട്ടുള്ള രീതിക്ക് എഴുതാൻ നോക്കുക. ഇനിയിപ്പൊ അങ്ങനെ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിയാൽ കുറെ ടിപ്സ് ഒക്കെ കാണാൻ കഴിയും. ഫസ്റ്റ് അപ്രിസിയേഷന്റെ ഫസ്റ്റ് കൊടുക്കേണ്ടതും എൻഡിങ്ങിൽ കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് പഠിക്കുക. അല്ലാതെ എല്ലാ പോയത്തിന്റെ അപ്രിസിയേഷനും കാണാപ്പാഠം പഠിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതാൻ നോക്കുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് നിങ്ങൾ കൂടുതലും ഈ സ്റ്റോറീസും നിങ്ങൾ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. കാരണം എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു പോയിട്ടും അതിൽ എഴുതാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പോയംസും ഒക്കെ നല്ല മനസ്സിലാക്കിയിരുന്ന് നമ്മളേതായിട്ടുള്ള രീതിക്ക് എക്സാം പേപ്പറിൽ എഴുതിയാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര സ്ട്രെസ് ഒന്നും കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കമന്റ് ബോക്സിൽ ഹിന്ദിന്റെ ടിപ്സ് പറഞ്ഞുതരോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി, എനിക്കും പഠിക്കണം. അതുകൊണ്ട് നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും.